വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോർൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. രാജകുമാരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. സംസ്ഥാനത്ത് തുടർച്ചയായി ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശിയും ഓൺലൈൻ ടാക്സി ഡ്രൈവറുമായ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു. വാഹനത്തിനും കേടുപാടുകൾ വരുത്തിയതായി പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. RP റോയൽറ്റി കമ്പനി എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സ്വപ്നേഷ്. കഴിഞ്ഞ ദിവസം യാത്രക്കാരെ മൂന്നാർ ഇരുവികുളം നാഷണൽ പാർക്കിൽ എത്തിച്ചതിനു ശേഷം മറ്റൊരു ട്രിപ്പിനായി ആനച്ചാലിലെ സ്വകാര്യ റിസോർട്ടിന്റെ പാർക്കിങ്ങിൽ വിശ്രമിക്കുകയായിരുന്നു തന്നെ ഓൺലൈൻ ടാക്സി സവാരി അനുവദിക്കില്ലെന്ന് ആരോപിച്ച് ഒരു കൂട്ടം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ കൂട്ടമായി എത്തി മർദ്ദിച്ചുവെന്നാണ് സ്വപ്നേഷിന്റെ പരാതി. എൻ്റെ പേര് സ്വപ്നേഷ്. ഞാൻ റൊഹാറ്റിൽ 2 വർഷമായിട്ട് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നലെ രാത്രിയിലെ വൈകുന്നേരത്തെ ഓട്ടമെല്ലാം കഴിഞ്ഞ് ഞാൻ ആനച്ചാലിലെ സമ്മർക്കാസിലെ പാർക്കിങ്ങിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ഡ്രൈവർമാരെന്ന് തോന്നിക്കുന്ന കുറച്ച് ആൾക്കാർ വന്ന് എന്നെ മർദ്ദിക്കുകയും എൻ്റെ കാറ് തല്ലിപ്പൊളിക്കുകയും എൻ്റെ കണ്ണക്കുറ്റി അടിച്ചു പൊളിക്കുകയും എൻ്റെ പല്ലിന് പാർക്കിങ്ങിൽ വിശ്രമിക്കുകയായിരുന്ന ഡ്രൈവറെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷിയും പറയുന്നു. ഞാനൊരു ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കിങ്ങിൽ കിടക്കുമായിരുന്നു. ആ പാർക്കിംഗ് കിടക്കുന്ന സമയത്ത് ഒരു വണ്ടി ഏതൊരാൾ വന്നിട്ട് ഒരു ചേട്ടനോട്, ആരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ഒരു ചേട്ടനോട് എനിക്ക് ഇതുവരെ പോകാറായില്ലടാന്ന് ചോദിച്ച് താടിക്കൂടെ ടേപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഒരു ബൈക്ക് വരുന്നുണ്ട്, കുറച്ച് ഓട്ടോക്കാർ വരുന്നുണ്ട്, കുറച്ച് ടാക്സി വരുന്നുണ്ട്. ഒരു ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ 10-40 വണ്ടിക്കാരുണ്ട്. അവിടെ പാവപ്പെട്ടോട്ട് ചുമ്മാ എടുത്തിട്ട് ഇരിക്കുക. എന്നിട്ട് ആരോട്ടൊക്കെ എടുത്ത് കല്ലെടുത്തെറിയുന്നു, ഗ്ലാസ് പൊട്ടിപ്പോയി. അതിൻ്റെ അകത്തിട്ട് പിന്നെ ഒരു കല്ലെടുത്തിട്ട് ഇവർ ആ വണ്ടിക്ക് ചുറ്റും മൊത്തം വരിക്കുക. പിന്നെ സത്യം പറഞ്ഞാൽ ഇടി വാങ്ങിക്കാൻ വയ്യാത്ത കാരണം ഞാനങ്ങോട്ട് പോയില്ല. പക്ഷെ ജസ്റ്റ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതൊരു കുറച്ച് കഴിയുമ്പോഴത്തേന് ആ വണ്ടി എടുത്ത ആ ആൾക്കാരും പോയി, വണ്ടി എടുത്തുകൊണ്ട് ആ ചേട്ടൻ പോവുകയും ചെയ്തു. സംഭവത്തിൽ സ്വപ്നേഷിന്റെ പല്ലുകൾ ഒടിഞ്ഞു, തലയ്ക്കും പരിക്കേറ്റു, വാഹനത്തിനും കേടുപാടുകൾ വരുത്തിയതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തു. സിറ്റി വിഷൻ ആനച്ചാൽ. രാജകുമാരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. മുരിക്കിൻതൊട്ടി സ്വദേശി അരുണാണ് മരണപ്പെട്ടത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടം. ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടെ രാജകുമാരി പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. രാജകുമാരി ഭാഗത്തു നിന്നും മുരുക്കുംതൊട്ടി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. ബൈക്കിന് മുൻപിൽ സഞ്ചരിച്ചിരുന്ന ഓട്ടോയെ മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓട്ടോയിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർവശത്ത് പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് ജീപ്പിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അരുൺ സംഭവ സ്ഥലത്തു തന്നെ മരണപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇയാളെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജാക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. സംസ്ഥാനത്ത് തുടർച്ചയായി ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെയുണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനടക്കം ഇവർ പരാതി നൽകി. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. മേക്ക് മൈ ട്രിപ്പ്, സഞ്ചാരി, ഓല, യൂബർ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ടാക്സി സർവീസുകൾ നടത്തുന്ന ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഇടുക്കിയിൽ പലവട്ടം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതായും വാഹനങ്ങൾ തടഞ്ഞ പ്രാദേശിക ടാക്സി തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കുന്നതായും പരാതികൾ ഉയർന്നിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഓൺലൈൻ ടാക്സി സർവീസ് ഉടമകളും തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുന്നത്. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനടക്കം ഇവർ പരാതി നൽകി. എൻ്റെ പേര് സാബു, RP റോയൽറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണറാണ്. അപ്പോൾ ഞാൻ ഈ മേക്ക് മൈ ട്രിപ്പ്, അതിൽ ഗോസോ, അല്ലെ സവാരി എന്ന കമ്പനിയുടെ ട്രിപ്പ് എടുക്കുകയാണ്.
അപ്പോൾ ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ഓൺലൈൻ ട്രിപ്പുകൾ ഇവർക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 4 കൊല്ലം 5 കൊല്ലമായിട്ട് ഞാൻ ഈ കമ്പനിയായിട്ട് ട്രിപ്പ് എടുത്താൽ ഞാൻ ഉപജീവനം നടത്തണം. അപ്പോൾ ഞാൻ വാഹനം മേടിച്ചതും ഈ വണ്ടി ഇതാണ്. പിന്നെ ഇവർ പരമ്പരാഗത ടാക്സിക്കാർ എന്താണെന്നുള്ള എനിക്കറിയില്ല, മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇല്ല, കാലം വളർന്നതനുസരിച്ച് അതിനുള്ള ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു തുടങ്ങി. സർക്കാർ അംഗീകരിച്ച കണക്കിലാണ് തങ്ങൾ സർവീസ് നടത്തുന്നതെന്നും ഒരു വിഭാഗം പ്രാദേശിക ടാക്സി തൊഴിലാളികൾ മാത്രമാണ് തങ്ങൾക്കെതിരെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും ഓൺലൈൻ ടാക്സി സർവീസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ ഈഴവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചതിനെ വർഗീയപരമായി ചിത്രീകരിച്ച് കോലം കത്തിക്കുകയും ഈഴവ ജനതയെ അടിച്ചാക്ഷേപിക്കുകയും ചെയ്ത മുസ്ലിം ലീഗിന്റെ നിലപാടിനെതിരെ പ്രതിഷേധിച്ച് SNDP യോഗം രാജാക്കാട് യൂണിയൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജാക്കാട് ടൗണിൽ 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാനുള്ള ഏത് നീക്കത്തെയും സമുദായാംഗങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്ന് രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ പറഞ്ഞു. കേരളത്തിന്റെ എല്ലാ മേഖലയിലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ ജ്വാലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തില് ഒരു ജ്വാല സംഘടിപ്പിക്കുവാൻ, പ്രതിഷേധം സംഘടിപ്പിക്കുവാനുള്ള കാരണം എന്നുള്ളത് ഏതാനും വാക്കുകൾ നമ്മുടെ ബഹുമാനായ യൂണിയൻ സെക്രട്ടറി സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാജ്യത്ത് സമാധാനം പുലരുവാനും മതത്തിനതീതമായി ചിന്തിക്കുകയും മതപരമായ സൗഹൃദം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് SNDP യോഗം. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ പ്രതിഷേധ പ്രകടനത്തിൽ യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് G അജയൻ, യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, സൈബർ സേന കേന്ദ്ര സമിതി വൈസ് ചെയർമാനും യൂണിയൻ കൗൺസിലറുമായ IB പ്രഭാകരൻ, യൂണിയൻ കൗൺസിലർമാരായ NR വിജയകുമാർ, രാജേഷ് KK, R അജയൻ, കുടുംബയോഗം കോർഡിനേറ്റർ സലിം മാസ്റ്റർ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് സനിൽ KR, സെക്രട്ടറി വിഷ്ണു ശേഖർ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോബി വാഴാട്ട്, യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി വിനീത സുഭാഷ്, പ്രസിഡന്റ് രജനി തങ്കച്ചൻ, പോഷക സംഘടനാ നേതാക്കൾ, ശാഖാതല നേതാക്കന്മാർ, കുടുംബ യൂണിറ്റ് പ്രവർത്തകർ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. എഴുകുംവയൽ കുരിശുമല കയറ്റത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 1,00,000-ലധികം വിശ്വാസികൾ നാളെ മല കയറും. എഴുകുംവയൽ കുരിശുമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം 6 മണിക്ക് വാഴത്തോപ്പ് കത്തീഡ്രലിൽ നിന്നും അഭിവന്ദ്യ പിതാവിന്റെ നേതൃത്വത്തിലും അടിമാലി സെന്റ് ജൂഡ് ഫൊറോനയിൽ നിന്നും വൈദികരുടെ നേതൃത്വത്തിലും രാജകുമാരി ദൈവമാതാ പള്ളിയിൽ നിന്നും വികാരി ജനറൽ എബ്രാഹാം അച്ഛന്റെ നേതൃത്വത്തിലും വെള്ളയാങ്കുടി പള്ളിയിൽ നിന്നും മുഖ്യ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോസ് കരിവേലിക്കൽ അച്ഛന്റെ നേതൃത്വത്തിലും മുരിക്കാശ്ശേരിയിൽ നിന്നും ബഹുമാനപ്പെട്ട മരുതൂക്കിൽ അച്ഛന്റെ നേതൃത്വത്തിലും തീർത്ഥാടനങ്ങൾ കുരിശുമലയിലേക്ക് പുറപ്പെടുന്നതാണ്. തീർത്ഥാടകരെ സ്വീകരിക്കാൻ നാടും നാട്ടുകാരും സജ്ജമായി കഴിഞ്ഞു. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയുടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 80 ആളുകളാണ്, 80 അമ്മച്ചിമാർ വന്നാണ് അച്ചാറിടാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അച്ചാറിനുള്ള മാങ്ങയെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. 500-ലധികം കമ്മിറ്റി അംഗങ്ങൾ വിവിധ കമ്മിറ്റികളിലായി സജീവമായി പ്രവർത്തിക്കുന്നു. ഗതാഗത സൗകര്യങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, ആംബുലൻസ് സേവനം, പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ, നേർച്ചക്കഞ്ഞി തുടങ്ങി തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എഴുകുംവയലിൽ ഇടവകാജനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും രാവിലെ 6 മണി മുതലും നെടുങ്കണ്ടത്തു നിന്നും രാവിലെ 7 മണി മുതലും KSRTC സ്വകാര്യ ബസ്സുകളും കുരിശുമലയിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 40ാം വെള്ളിയാഴ്ച കുരിശുമലയിൽ നേർച്ചക്കഞ്ഞിയോടൊപ്പം നൽകുന്നതിനായുള്ള അച്ചാർ റെഡിയാക്കുന്നതിന് 100 കണക്കിന് മാതാപിതാക്കൾ ഇന്ന് ഇടവകയിൽ ഒത്തുകൂടുകയും നേർച്ചമാങ്ങ അരിഞ്ഞ് റെഡിയാക്കുകയും ചെയ്തു. ഇടവകയിലെ വനിതകൾ ഒരു നിയോഗം എന്നുള്ള നിലയിലാണ് അച്ചാർ റെഡിയാക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും തീർത്ഥാടകർക്ക് നൽകുവാനുള്ള കൊഴുക്കട്ട നേർച്ചയും റെഡിയാക്കുന്നുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
ഇനിയൊരു ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്. വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ, മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446 966 421. വീണ്ടും വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ 28-നും എന്റെ കേരളം 2025 പ്രദർശന വിപണന മേള ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെയും നടക്കും. 4ാം വാർഷികാഘോഷങ്ങളുടെ പരിപാടികളുടെ സംഘാടനം സംബന്ധിച്ച് അവലോകനം ചെയ്യുന്നതിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാർ നടപ്പാക്കിയ വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രകാശനം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകൾ ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അതാത് വകുപ്പ് മേധാവികൾ ശ്രമിക്കണം. പ്രദർശന വിപണന മേളകളിൽ എല്ലാ വകുപ്പുകളുടെ സ്റ്റാളുകളും പ്രദർശനങ്ങളും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. 28-ാം തീയതി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നെടുങ്കണ്ടം വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ്
നടത്തുന്നതിനായി തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം 29-ാം തീയതിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണനമേള വാഴത്തോപ്പ് VHSC ഗ്രൗണ്ടിൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചയും നടത്തപ്പെടുകയുണ്ടായി. ഏകദേശം 100 അധികം സ്റ്റാളുകൾ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും വർത്തക പോലുള്ള അറേഞ്ച്മെൻറ്റ്സുകളും സെമിനാറുകളും ഈവനിങ്ങിൽ എല്ലാ ദിവസവും കലാപരിപാടികളും എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് പ്രദർശന വിപണനമേളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നെടുങ്കണ്ടം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഏപ്രിൽ 28 നടത്തും. സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, കലാ സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യവസായികൾ, പ്രവാസികൾ, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ, പൗരപ്രമുഖർ, സാമുദായിക നേതാക്കൾ തുടങ്ങിയ 500ഓളം പേർ പങ്കെടുക്കും. ഏപ്രിൽ 29 മുതൽ മെയ് 5 വരെ വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പ്രദർശന വിപണനമേള സംഘടിപ്പിക്കും. സർക്കാർ സേവനങ്ങൾ, പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന സ്റ്റാളുകൾ മേളയിലുണ്ടാകും. കൂടാതെ വാണിജ്യ സ്റ്റാളുകളും മേളയുടെ ഭാഗമാകും. ടൂറിസം, വ്യവസായം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകൾ തിരിച്ച് സെമിനാറുകളും നടക്കും. എല്ലാ ദിവസവും കലാപരിപാടികളും അരങ്ങേറും. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ചെറുതോണി ടൗണിൽ നിന്ന് വർണ്ണാഭമായ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ GS വിനോദ്, ജില്ലാതല ഏകോപന സമിതി ചെയർമാൻ CV വർഗീസ്, ജനറൽ കൺവീനർ K സലിംകുമാർ, കൺവീനർ ജോസ് പാലത്തിനാൽ, ജോയിന്റ് കൺവീനർ ജോർജ് പോൾ, ഏകോപന സമിതി പ്രതിനിധികളായ അനിൽ കൂവപ്ലാക്കൽ, രാജു ജോസഫ്, പ്രഭാ തങ്കച്ചൻ, ഷിജോ തടത്തിൽ, NK പ്രിയൻ, T നൌഷാദ്, സണ്ണി ഇല്ലിക്കൽ, സിനോജ് വള്ളാടി, ഐൻസ് തോമസ്, സിജി ചാക്കോ, നിമ്മി ജയൻ തുടങ്ങിയവരും വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി പീച്ചാടിന് സമീപം സ്വകാര്യ ഏലത്തോട്ടത്തിൽ മരം വീണ ഒരാൾക്ക് ദാരുണാന്ത്യം. എസ്റ്റേറ്റിലെ സൂപ്പർവൈസറും ആനവിലാസം ചെങ്കര സ്വദേശിയുമായ സതീഷ് കുമാറാണ് മരണപ്പെട്ടത്. സംഭവശേഷം ഇയാളെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത്. ആനവിലാസം ചെങ്കര സ്വദേശി സതീഷ് കുമാറാണ് മരണപ്പെട്ടത്. സതീഷ് കുമാർ തോട്ടത്തിലെ സൂപ്പർവൈസറായിരുന്നു എന്നാണ് വിവരം. തോട്ടത്തിലെ ആളുകളെ പണിയിപ്പിക്കുന്നതിനിടെ വലിയ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു ചാടുകയും സതീഷ് കുമാർ മരശിഖരത്തിനടിയിൽ പെടുകയുമായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ പറഞ്ഞു. അപകടം സംഭവിച്ച് ഞങ്ങൾ ചോറിനിട്ട് ഇറങ്ങി പണിതുകൊണ്ടിരുന്ന സമയത്ത് ഒരു കമ്പൊടിയെന്ന് വരെ കിട്ടു. കമ്പൊടിയുന്നോടൊപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് മാറി. ആ നിന്ന സ്ഥലത്ത് തന്നെ ആ കമ്പ് വന്ന് ഒടിഞ്ഞു വീണിട്ട്, കമ്പെന്ന് പറഞ്ഞാൽ ഈ വണ്ണമുണ്ട് തടിക്ക്, നല്ല നീളമുണ്ട്. അത് ഒടിഞ്ഞു വന്ന് അങ്ങ് വീണിട്ട് ഈ സൂപ്പിൻ്റെ കല്ലിലിരിക്കുകയാണ്, തൊട്ടടുത്തൊരു കല്ലിൽ. ആ കല്ലേന്ന് ഇഞ്ഞ് മറിഞ്ഞു വീണിട്ട് ഈ പുറത്തേക്ക് തടി, ഞങ്ങളിൽ 3-4 പേര് ചെന്നിട്ടാണ് ആ തടി പൊക്കിയിട്ടാണ് ആളെ എടുത്തത്. അപകടം നടന്ന ഉടൻ സതീഷ് കുമാറിനെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി. സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായ മറ്റൊരു തൊഴിലാളിക്കും പരിക്ക് സംഭവിച്ചു. ഇയാൾ അടിമാലിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരശിഖരമൊടിയുന്ന ശബ്ദം കേട്ട് തൊഴിലാളികൾ ഓടി മാറിയതിനാൽ കൂടുതൽ പേർ അപകടത്തിൽപ്പെടുന്നത് ഒഴിവായി. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ മാസം 12 വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ NV സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി N ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയർന്നു. അടിമാലി ചാറ്റുപാറ പശ്ചിമ മൂകാംബിക ശ്രീ സരസ്വതി മഹാദേവ ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 12 പൂജയും പഞ്ചഗവ്യ കലശം എന്നിവയും നടന്നു. തുടർന്ന് 12:18-നും 12:58-നും ഇടയിൽ ക്ഷേത്ര ആചാര്യൻ ബ്രഹ്മശ്രീ NV സുധാകരൻ തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തി N ജോഷി നാരായണൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയുയർന്നു.
നാളെ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സരസ്വതി ദേവിക്ക് ശ്രീഭൂതബലി, മഹാവിദ്യാ മന്ത്രഹോമം, ഔഷധ വിതരണം, വൈകിട്ട് 5:30 ഭഗവത് സേവ, മഹാസുദർശന ഹോമം, വടക്കുപുറത്ത് വലിയ ഗുരുതി, മുളപൂജ എന്നിവ നടക്കും. ഉത്സവത്തിന് 3-ാം ദിനമായ 10-ന് ക്ഷേത്രത്തിൽ പൊങ്കാലയും 11-ന് വൈകിട്ട് 5-ന് താലപ്പൊലി ഘോഷയാത്രയും നടക്കും. താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങേറും. തുടർന്ന് പള്ളിവേട്ട നടക്കും. ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ശനിയാഴ്ച രാവിലെ 7:30-ന് പള്ളിയുണർത്തലിന് ശേഷം അഭിഷേകവും ഉച്ചപൂജയും നടക്കും. വൈകിട്ട് 6:30-ന് ആറാട്ടുഹോമം, ആറാട്ടുബലി എന്നിവയ്ക്ക് ശേഷം ആറാട്ട് പുറപ്പാടും ആറാട്ടും നടക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KV രാജു, സെക്രട്ടറി PS ശൈലജൻ, കൺവീനർ സൈറസ് K ദാസ്, ഖജാൻജി TK സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് പ്രാദേശിക ടാക്സി ഡ്രൈവർമാരുടെ മർദ്ദനമേറ്റതായി പരാതി. രാജകുമാരിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. സംസ്ഥാനത്ത് തുടർച്ചയായി ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കട്ടപ്പനയിൽ വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി,
അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.